അവിടെ കൂടിയ പ്രൊഫസർമാരോട് പറഞ്ഞു, ഇതാണ് ശ്രീമദ് ഭഗവത്ഗീത, ഇതാണ് സംസ്കൃതം. ഇത് ഒരു ശാസ്ത്രമല്ല, മറിച്ച് ഇതൊരു ആനന്ദ പ്രവാഹമാണ്, ഒരു ജീവോർജത്തിന്റെ പ്രവാഹമാണ്. അത് നമുക്ക് ചെവിയിലൂടെ കേട്ട് മനസ്സിൽ ആസ്വദിക്കാനുള്ളതാണ്, ബുദ്ധിയിൽ ആസ്വദിക്കാനുള്ളതല്ല. ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ ആസ്വദിക്കാനുള്ളതാണ്. അതാണ് സംസ്കൃതം, അതാണ് ഭഗവത്ഗീത, അതാണ് ഭാരതത്തിന് പറയാനുള്ളത്. ഭാരതം ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്തും അവിടെയും പരിഗണിക്കുന്നത് ഈ ചൈതന്യമാണ്. ലോകമാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിനെ ഒരു സ്ഥലത്ത് സംഭരിച്ച് പൂജ ചെയ്ത് അവിടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി. അപ്പോ ആ ചൈതന്യത്തിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അത് യുക്തിക്ക് കിട്ടുന്നതല്ല, അത് അനുഭവിക്കാൻ സാധിക്കണം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മന്ത്രം ചൊല്ലുമ്പോ അത് അനുഭവിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ 3 പ്രാവശ്യം അത് ചൊല്ലാൻ പറഞ്ഞത്. നമുക്കൊന്നുകൂടെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്, വിവേകാനന്ദ സ്വാമികൾ ചെയ്തതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്വാമിയെ ശരണമയ്യപ്പ എന്ന നാദം, ആ മന്ത്രം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലണം. എല്ലാവരും വളരെ ഭക്തിപൂർവം വേണം അത് ചൊല്ലാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ കൂടി സ്വാമിയേ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ സ്വാമിയേ വിപ്രപൂജ്യം വിശ്വവന്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ സ്വാമിയേ. ഭക്തി വരട്ടെ ഉള്ളിൽ നിന്ന്. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ അസ്മത്കുലേശ്വരം ദേവം അസ്മത്ശത്രുവിനാശനം അസ്മദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ സ്വാമിയേ. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ സ്വാമിയേ. ഇപ്പൊ കുറച്ചുകൂടെ നമുക്കത് അനുഭവിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനിയുള്ള ഒരു സമയത്ത്, വളരെ കുറച്ച് സമയത്ത് നമ്മളുടെ ജീവിതത്തിനെ കൂടുതൽ സന്തോഷപ്രദമാക്കാൻ, കൂടുതൽ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളുടെ ഋഷി പരമ്പര, നമ്മളുടെ ഗുരു പരമ്പര നമ്മളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ജ്ഞാനം അവതരിപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ജീവിത പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പൊതുവെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ, അങ്ങനെ തോന്നുന്നില്ലേ? മനുഷ്യജന്മം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ഈ ജീവൻ ഒരു സസ്യമായിട്ടാണ് ജന്മം കിട്ടിയിരുന്നെങ്കിൽ അവിടുന്ന് അനങ്ങാതെ അവിടെ നിൽക്കണമായിരുന്നു, ചലനമില്ലാതെ നിൽക്കണമായിരുന്നു. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ജീവൻ ഒരു മൃഗമായിട്ടാണ് ജന്മം എടുത്തിരുന്നതെങ്കിലോ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, മൈഥുനം, ഇവിടെ കൊണ്ട് തീർന്നു. അത്രേ ഉള്ളൂ അവിടെ സുഖം. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്കൊരു മനുഷ്യജന്മം കിട്ടി. ചിന്തിക്കാൻ കഴിവുള്ള, ഈ ലോകത്തെ കൂടുതൽ ആസ്വദിക്കാൻ കഴിവുള്ള,
നമുക്ക് ഉയർന്ന നിലയിൽ ഈശ്വരീയമായ അനുഭൂതി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയത് കൊണ്ട് നമ്മളൊക്കെ ധന്യരാണ്. പൂർവ ജന്മത്തിൽ എന്തോ സുഹൃതം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ജന്മം ലഭിച്ചത്. അപ്പൊ ഒരു ചോദ്യം വരാണ്, ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെന്താ? പണ്ട് ഒരു സ്കൂളില് ടിൻറ്റുമോളും ടുണ്ടുമോളും പഠിക്കുന്ന സ്കൂളാണ്. രണ്ടുപേരും പഠിക്കുന്ന സ്കൂളില് ഒരു ടീച്ചർ വന്നു. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം? അപ്പൊ ടുണ്ടുമോള് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, MBBS ചേരണം, ഡോക്ടർ ആവണം, എന്നിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യണം. അപ്പൊ ടീച്ചറ് ടിൻറ്റു മോനോട് ചോദിച്ചു, നിന്റെ ലക്ഷ്യം എന്താ? അപ്പൊ ടിൻറ്റു മോൻ പറഞ്ഞു, ഈ ഡുണ്ടുമോള് പഠിച്ച് MBBS ഒക്കെ കഴിഞ്ഞ് ഡോക്ടറായിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യില്ലേ, ആ സമയത്ത് അവളെ കല്യാണം കഴിച്ച് എനിക്കിവിടെ സുഖമായി ജീവിക്കണം. വളരെ അല്ലെ, ഇപ്പൊ നമ്മളുടെ ആൾക്കാർ ചിന്തിച്ചു വരുന്ന ഒരു രീതിയാണ്. സ്ത്രീകളൊക്കെ പുറത്തു പോകുന്ന അങ്ങനെയുള്ളവരെ നോക്കിയാ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവര് പണിയെടുത്ത് പൈസ തന്നാൽ നമ്മൾ ഇവിടെ സന്തോഷമായി മേനനങ്ങാതെ ഇവിടെ ജീവിക്കും. അതാണ് ജീവിത ലക്ഷ്യം. അങ്ങനെയാണോ? നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, അതല്ല ജീവിത ലക്ഷ്യം. ജീവിതത്തിന് 4 ലക്ഷ്യങ്ങളുണ്ടെന്നാ പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ഒരു ജീവിത പദ്ധതിയാണ് ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്.